गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुरेव परं ब्रह्मा तस्मै श्री गुरवे नमः. ഇന്ന് ഗുരുപൂർണിമ. വ്യാസപൂർണിമ എന്നും നമ്മൾ പറയാറുണ്ട്. വ്യാസഗുരു, വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാണ്. ഈ ജഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് വ്യാസോച്ഛിഷ്ടമാണ്. ഭഗവാൻ വ്യാസൻ്റെ കരസ്പർശമില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ വ്യാസൻ്റെ മേധയിലൂടെ ഒഴുകിയതാണ്. അതുകൊണ്ട് ഭഗവാൻ വ്യാസൻ തന്നെ ആദ്യ ഗുരു. ഒരു ദിവ്യമായ സങ്കല്പമാണ് ഗുരുസങ്കല്പം എന്ന് പറയുന്നത്. ഒരു ഗുരുവിൻ്റെ അടുത്തിരുന്ന് നമുക്ക് പഠിക്കാൻ കഴിയുക, പരമ്പരയാ അത് പകർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ എത്രയോ ആയിരത്താണ്ടുകളായിട്ട് ഈ മൂല്യത്തിൻ്റെ ഗംഗാപ്രവാഹം അത് നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുക. സത്യജിജ്ഞാസുക്കൾ എവിടെ നിന്നെങ്കിലുമൊക്കെ വരും, വന്നേ മതിയാവൂ. കാരണം ഏതൊരു ഗുരുവും തൻ്റെ ആശ്രമത്തിൽ ഒരു ജിജ്ഞാസുവിനെ കാത്തു തന്നെയാണ് ഇരിക്കുന്നത്. അവരുടെ തപോനിരതമായ ജീവിതം കൊണ്ട് ആർജിച്ചതായ പരമമായ ആ അറിവ് അത് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു വെമ്പൽ ഏതൊരു ഗുരുവിനും ഉണ്ട്. അതുകൊണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. ഗുരുക്കന്മാർ ഒത്തിരി ആളുകളെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരാൾ മതിയെന്നാണ്. നാരായണ ഗുരു നടരാജഗുരുവിനെയാണ് പ്രതീക്ഷിച്ചത്. അത് സഫലമാവുകയും ചെയ്തു. ഭാരതത്തിൻ്റെ പൊതുവെയുള്ള ദാർശനിക സരണി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് അത് എവിടെയാണ് വന്ന് നിൽക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അത് നാരായണ ഗുരുവിൻ്റെ ദർശനത്തിലാണ് എന്ന്. കാരണം ബാദരായണനിൽ നിന്ന് തുടങ്ങി എന്ന് പറയാവുന്നതായ ഈ ജ്ഞാനസരണി തൻ്റെ ശിഷ്യന്മാരിലൂടെ പകർന്ന് പ്രശിഷ്യന്മാരിലൂടെ പകർന്ന് അതിൻ്റെ ആ ഒഴുക്ക് അനവരതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും വീണ്ടും വീണ്ടും പല തായ്വഴികളും ഉണ്ടായി വന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ സാമൂഹികമായ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ അറിവിൻ്റെ സുതാര്യതയ്ക്കോ അതിൻ്റെ മഹത്വത്തിനോ യാതൊരു കുറവും സംഭവിക്കാത്ത തരത്തിൽ അതിനെ പൂർണ്ണത കൈവരിച്ച് വീണ്ടും വീണ്ടും പൂർണ്ണത കൈവരിച്ച് പകർന്നു കൊടുക്കുവാൻ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് പോലെ ഓരോ ഗുരുക്കന്മാരും സംഭവിച്ചുകൊണ്ടിരിക്കും. ബാദരായണന് ശേഷം ആ അദ്വൈത ദർശനത്തെ പുനഃസ്ഥാപിക്കുവാൻ ആചാര്യസ്വാമികൾ വന്നില്ലേ? 1200 1300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാലനായിരിക്കവേ തന്നെ ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും 10 ഉപനിഷത്തുകൾക്കും പ്രൗഢമായിട്ടുള്ളതായ സംസ്കൃത ഭാഷയിൽ തന്നെ വ്യാഖ്യാനം എഴുതുക എന്ന് പറഞ്ഞാൽ 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്
ഇത് സംഭവിച്ചത്. തന്നേക്കാൾ പ്രായമുള്ള ശിഷ്യന്മാർ, ഗുരു വളരെ യുവാവാണ്. ഗുരു യുവാവായിരിക്കുകയും ശിഷ്യന്മാർ പ്രായമായിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആചാര്യസ്വാമികളുടെ അടുത്തിരിക്കുന്ന ഗുരു ആ ശിഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ദക്ഷിണാമൂർത്തി സ്തവത്തിൽ പറയുന്നുണ്ടല്ലോ, ചിത്രം വടതരോർ മൂലേ വൃദ്ധശിഷ്യാ ഗുരുർ യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. ഒരു മനോഹരമായ ചിത്രമാണ്. വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നതായ ഗുരു പുരാതന കാലം മുതൽ വൃക്ഷച്ചൂടുകളാണ് ഗുരുക്കന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. സിദ്ധാർത്ഥനും പോയിരുന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. അതാണ് ബോധ്യവൃക്ഷമായി. വടവൃക്ഷം തന്നെ, ബോധം തന്നെ വൃക്ഷമായി തീർന്നതാണ്. അത്തരത്തിലുള്ളതായ ഒരു ദർശനം നമുക്ക് ഭാരതീയ ആധ്യാത്മിക സന്ദർഭങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ കാണാൻ കഴിയും. ദക്ഷിണാമൂർത്തി ഇരിക്കുന്നതും ഒരു വട വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. വൃദ്ധശിഷ്യാഹ, ശിഷ്യന്മാരൊക്കെ വൃദ്ധന്മാരായിട്ടിരിക്കുന്നു. ഗുരു യുവാവായിട്ടിരിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഗുരു ഇത് ഉപദേശിക്കുന്നത് പ്രഭാഷണങ്ങളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ ഒന്നും ആയിരുന്നില്ല. ഗുരോസ്തു മൗനം വ്യാഖ്യാനം, മൗനമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ശിഷ്യന്മാരോ ചിഹ്ന സംശയന്മാരായിട്ടിരിക്കുന്നു, സംശയമറ്റവരായിട്ടിരിക്കുന്നു. അതായത് ആത്മാവിൻ്റെ സ്വരൂപലക്ഷണം മൗനമാണ്. ആത്മാവിനെ സംബന്ധിച്ച് സംവദിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭാഷ മൗനം തന്നെയാണ്. കാരണം തൻ്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാർ അവർ ഒന്നും അറിയാൻ പാടില്ലാത്തവരല്ല. അവരെല്ലാം പണ്ഡിതന്മാരാണ്, ശാസ്ത്രപാരംഗതരാണ്. ഗുരുവിൻ്റെ കൂടെയുള്ള സഹവാസം കൊണ്ട് ബ്രഹ്മവർച്ചസുകളാണ്, ബ്രഹ്മതേജസ്വികളാണ്. അതുകൊണ്ട് ഈ മൗനം അനുഭവിക്കുമ്പോൾ അവർക്കതിൻ്റെ പൊരുളറിയാം. മൗനപ്പൂന്തേനൊഴുക്കെ എന്നൊരു സന്ദർഭത്തിൽ പറയുന്നു. മൗനത്തെ അവിടെ പൂന്തേനായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം നമ്മൾ എപ്പോഴൊക്കെയാണോ തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിഞ്ഞ് തന്നിലേക്ക് തന്നെ അമർന്ന് നാമായി ലയിച്ച് ചേരുന്ന ആ സന്ദർഭം, അത് ആത്മനിർവൃതിയുടെ സന്ദർഭമാണ്, ആത്മമൗനത്തിൻ്റെ സന്ദർഭമാണ്, നിശബ്ദതയല്ലാതെ. നമ്മൾ സംസാരിക്കുകയില്ല എങ്കിൽ, നമ്മൾ മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ നിശബ്ദതയാണ്. പക്ഷേ തൻ്റെ അന്തരംഗത്തിൽ എപ്പോഴും പ്രശോഭിതമായിരിക്കുന്നതായൊരു മൗനമുണ്ട്. ആ മൗനത്തെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എന്താ കാരണം? ഈ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും കിടന്ന് ആറാടുകയാണ്. എപ്പോഴും ബോധം പ്രചലിതമാണ്. ജാഗ്രതയെയും സ്വപ്നത്തെയും സുഷുപ്തിയെപ്പോലും അതിവർത്തിച്ചിരിക്കുന്നതായ അവസ്ഥ, ആ സന്ദർഭം, അത് മൗനമാണ്. ആ മൗനം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നതല്ല, ആത്മാവിൻ്റെ മൗനഘനാമൃതാബ്ധി. ഒരിക്കൽ ഗുരു നിത്യയെ കാണുന്നതിന് വേണ്ടി ആദ്യമായി 1954 ഊട്ടി നാരായണ ഗുരുകുലത്തിൽ ചെന്ന്
ഗുരുവിനെ കാണുവാനുള്ളതായ സന്ദർഭം ജീവിതത്തിൽ ഉണ്ടായത് ഒരു വഴിത്തിരിവാണ്. അന്ന് ഗുരുവിൻ്റെ പഠനമുറിയിൽ തന്നെ ഗുരു ഉണ്ടാക്കിയ ഒരു ഭക്ഷണം, ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വളരെ രുചികരമായ ഒരു പച്ചക്കറി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു കറി ചേർത്ത് വെച്ച് അത് മടക്കി വെച്ചിട്ട് 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ഗുരു എടുത്ത് കടിച്ച് തിന്നുമ്പോൾ എന്നോട് പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു. അതേ പ്ലേറ്റിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കുക. ഗുരുവിൻ്റെ ഒപ്പം ഇരുന്ന് ഗുരുവിൻ്റെ പ്ലേറ്റിൽ നിന്ന് തന്നെ ആദ്യമായി ആഹാരം കഴിക്കാൻ ആദ്യം കാണുന്ന ദിവസം തന്നെ സാധിക്കുന്നു. കാരണം ഞാൻ ചെന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചത് വിശക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിശക്കുന്നുണ്ട്. അപ്പോൾ ഗുരു ഉണ്ടാക്കി തന്ന ഭക്ഷണമാണത്. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരു തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, ഹാജിറ മോളെ ഒരു ചായ കൂടി ഉണ്ടാക്കൂ. കാരണം ആദ്യം ഒരു ചായ തന്നു എനിക്ക്. ഈ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഹാജിറയെ കൊണ്ട് തന്നെ നല്ലൊരു ചായ ഉണ്ടാക്കി, നല്ല നീലഗിരി ടീ. ഇവിടുത്തെ ചായ പോലെയല്ല അത്. ആ ചായ കുടിച്ചതിന് ശേഷം പറഞ്ഞു, അവിടെ ചൂടുവെള്ളം ഉണ്ട്, പോയി കുളിച്ചിട്ട് വാ. എപ്പോഴും ചൂടുവെള്ളം ചൂടാക്കിയിട്ടുകൊണ്ടേയിരിക്കും. അതിനുള്ള സംവിധാനം തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് ഈ ഭക്ഷണം കിട്ടുന്നത്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരു ചോദിക്കുകയാണ്, മൗനത്തിൻ്റെ ഒരു മുഴക്കം കേൾക്കുവാൻ കഴിയുന്നു? മൗനത്തിൻ്റെ മുഴക്കം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഗുരു ചോദിക്കുകയാണ്. എനിക്ക് ആ ഭാഷ മനസ്സിലായില്ല. മൗനത്തിൻ്റെ മുഴക്കം എന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിയെ വെച്ച് ചിന്തിക്കുമ്പോൾ പാരഡോക്സാണ് അല്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു കേൾക്കാൻ കഴിയും. ആ നിശബ്ദതയിൽ, ആ മൗനത്തിൽ ഗുരു പറഞ്ഞു, നമ്മളിപ്പോൾ ഇരിക്കുന്നത് എത്രയോ 1000 അടി മുകളിലാണ്. ഇങ്ങനെ ഭൗമികമായ അർത്ഥത്തിൽ പോലും അത്യുന്നതങ്ങളിൽ വർത്തിക്കുമ്പോൾ ഒരു മുഴക്കം കേൾക്കാൻ കഴിയും. അപ്പോൾ ആത്മാവിൽ വിലീനമാവുകയാണെങ്കിലോ? തീർച്ചയായിട്ടും കഴിയും. പിന്നീട് യോഗ സാധനയിലേക്കും മറ്റും കുറേ കൂടി ആഴത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഈ മൗനത്തിൻ്റെ മുഴക്കം എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരും മൗനത്തെ ഇഷ്ടപ്പെടുന്നു. മൗനവ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ പരമമായ മൗനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു പ്രയത്നം എന്നുള്ള നിലയിലാണ്. മൗനവ്രതം സാധന മാത്രമാണ്, അത് മാർഗമാണ്. പക്ഷെ അത് തപസ്സാണ്. മിനിമം ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് പോലും ഒരു തപസ്സാണ്. സാധാരണ ആളുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ യാതൊരു മൗനത്തെയാണോ നമുക്ക് ആനുഭൂതികമായിട്ട് അറിയേണ്ടത്, ആ മൗനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മൗനത്തെ തന്നെ ഉപാസനയാക്കി എടുക്കണം. മാർഗം അവിടെ തപസ്സായി മാറുന്നു, തപസ് ബ്രഹ്മമായി മാറുന്നു. അപ്പോൾ തപസ് തന്നെയാണ് മാർഗം. തപസ്സുകൊണ്ട് നാം എത്തിച്ചേരേണ്ടത് എവിടെയാണ്? ആ എത്തിച്ചേരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായ മെത്തഡോളജി, അതുകൊണ്ട് തൈത്തിരീയോപനിഷത്തിൽ പറയുന്ന തപോ ബ്രഹ്മേതി, തപസ് തന്നെയാണ് ബ്രഹ്മം അല്ലേ? അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്നതായിട്ടുള്ളതായ മൂല്യം, അന്വേഷിക്കുവാൻ എടുക്കുന്നതായ മാർഗവും ഒന്ന് തന്നെ ആയിത്തീരുന്നതായ ഒരു അദ്വൈതത,
ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം സത്യത്തെ കണ്ടെത്തിയവനും സത്യത്തെ കണ്ടെത്തുവാൻ തൻ്റെ ജീവിതത്തെ നിയോഗിച്ചിട്ടുള്ളവനും സുഹൃതികളാണ്. മാർഗം പോലും ബ്രഹ്മമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഗുരുക്കന്മാർ ഒരുപക്ഷെ നമ്മളോട് സംവദിക്കുന്നുണ്ടാവും. അവരുടെ മുന്നേയുള്ള പൂർവ്വ ഗുരുക്കന്മാരുടെ ജീവിതവും ദർശനവും അവർ മുന്നോട്ട് വെച്ച നിഗൂഢമായ തത്വങ്ങളുമൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ഗ്രാഹ്യമാകുന്ന തരത്തിൽ പറഞ്ഞു തരുവാൻ നമ്മുടെ മുന്നിലുള്ള ഗുരുക്കന്മാരൊക്കെ സമയം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ആരും പണ്ഡിതന്മാരാകാനൊന്നുമല്ല, ഗുരുവിൻ്റെ പാണ്ഡിത്യം തെളിയിക്കാനുമല്ല. പിന്നെന്താണ്? നിൻ്റെ മൗനത്തെ തൊട്ട് കാണിക്കുന്നതിനാണ്, വേറൊന്നിനുമല്ല. ആ അർത്ഥത്തിലാണ് ദക്ഷിണാമൂർത്തി ഭഗവാൻ മൗനമായിട്ടിരിക്കുന്നത്. മൗനത്തിൻ്റെ ഭാഷയിൽ ഗുരുക്കന്മാർ തൻ്റെ ശിഷ്യന്മാരിലേക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുന്നു. അവിടെ ഒരു പാരസ്പര്യം വേണം, ഇൻറ്റിമേറ്റ് ബൈപോളാരിറ്റി. ഒരു ഗുരു എന്ന് പറയുമ്പോൾ അവിടെ അറിവ് സമ്പൂർണ്ണമാണ്, അല്ലേ? ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അല്പമറിഞ്ഞവനല്ല, അല്പജ്ഞനല്ല. യാതൊരു അറിവാണോ ഉള്ളത് ആ അറിവ് സമ്പൂർണ്ണമായി തീർന്നവനാണ് ഗുരു. ഗുരു അറിഞ്ഞവനല്ല, അറിവ് തന്നെയാണ്. അറിഞ്ഞവൻ പണ്ഡിതനാണ്, അത് അക്കാഡമിക് നോളജാണ്. മറിച്ച് അദൃഷ്ടമായിരിക്കുന്നതായ അറിവ് ദൃഷ്ടമായി തീരുന്നതാണ് ഗുരു. മനുഷ്യാകാരം കൊണ്ടിരിക്കുന്നു, പരമമായ അറിവ് മനുഷ്യാകാരം കൊണ്ടിരിക്കുന്നു തൻ്റെ മുന്നിലിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഗുരുവാണ് നാരായണ ഗുരു, ദക്ഷിണാമൂർത്തി, വ്യാസഭഗവാൻ, ബുദ്ധൻ. ഇങ്ങനെയുള്ള അപ്രമേയരായ ഗുരുക്കന്മാർ. അവർ നമുക്ക് മൗനത്തിൻ്റെ ഭാഷയിൽ ഇത് ഓതിത്തരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഗുരു യുവാവായിട്ടിരിക്കുന്നത്? നമ്മൾ വിനായകാഷ്ടകത്തിലൂടെ പോയപ്പോൾ ഓർക്കുന്നില്ലേ? മഹേശാത്മബാലം. മഹേശൻ്റെ പുത്രനായിരിക്കുന്നതായ വിനായകൻ ആത്മബാലനാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വരൂപമായിരിക്കുന്ന ഒന്നിന് കാലമുണ്ടോ? കാലമില്ല, ആത്മസ്വരൂപമാണ്. വിനായകൻ കാലാതീതനാണ്, അതുകൊണ്ട് എന്നും ബാലനാണ്. ഒരു ബാലത്വം അവിടെ ഇരിക്കുന്നു. ഏതുപോലെ? അറിവിന് എന്നും യുവത്വമുള്ളതുപോലെ. അറിവ് കാലാതീതമാണ്, അതുകൊണ്ട് അത് യുവത്വം നിറഞ്ഞതാണ്, യൗവനയുക്തമാണ്. അറിവിന് പ്രായമില്ല. വിനായകൻ എങ്ങനെയാണ് മഹേശൻ്റെ ആത്മബാലനായിരിക്കുന്നത്, അതുപോലെയാണ് ഇവിടെ പറയുന്നതായ ഗുരു ആത്മബാലൻ തന്നെയാണ്. അറിവിൻ്റെ സമ്പൂർണതയിൽ നിത്യ യൗവനയുക്തനാണ്. ശിഷ്യന്മാർ ആ അറിവിനെ ആനുഭൂതികമായി അറിയാത്തവരാണ്, എന്നാൽ അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവരിപ്പോഴും ഗുരുവിനെ സേവിക്കുന്നത്. അതുകൊണ്ട് അവർ കാലാതീതരല്ല, കാലാധീനരാണ്. അവർക്ക് വാർദ്ധക്യം പ്രാപിച്ചുപോയി, അവർ വൃദ്ധന്മാരായിപ്പോയി. അവിടെ ഗുരുവിനെ കാണുമ്പോഴും ശിഷ്യനെ കാണുമ്പോഴും അനുപ്രസ്ഥമായിരിക്കുന്നതായ ശാരീരിക തലത്തിലല്ല കാണേണ്ടത്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം.
ഒരു മൂല്യത്തിൻ്റെ തലത്തിൽ, ഒരു തത്വത്തിൻ്റെ തലത്തിൽ നമുക്കതിനെ നോക്കിക്കാണാൻ കഴിയണം. അങ്ങനെയുള്ളതായ ഗുരു പൂർണ്ണമാണ്. നമ്മൾ പൂർണ്ണമതഃ എന്ന് പറഞ്ഞില്ലേ? അത് പൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ പൂർണ്ണമായിരിക്കുന്നു. ബ്രഹ്മം പൂർണ്ണമാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവനും പൂർണ്ണമാണ്. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്നല്ലേ? അപ്പോൾ ബ്രഹ്മം പൂർണ്ണമാണെങ്കിൽ അതിനെ അറിഞ്ഞ ഗുരു, അതായിത്തീർന്ന ഗുരു, അത് തന്നെയായിരിക്കുന്ന ഗുരു പൂർണ്ണമാണ്. ആ ഗുരുവിനോട് നമുക്ക് എന്തിനോടാണ് ഉപമിക്കാൻ കഴിയുക? ഗുരു എന്ന് പറയുന്ന അനുപമേയനാണ്. ഒന്നിനോട് ഉപമിക്കാൻ സാധ്യമല്ല. ആ ഗുരുവിനെ ഭക്തനായ ശിഷ്യൻ, സത്യജിജ്ഞാസുവായിരിക്കുന്ന ശിഷ്യൻ, ഭക്തനായിരിക്കുന്ന ശിഷ്യൻ, രണ്ടും രണ്ട് തലങ്ങളാണ്. സത്യജിജ്ഞാസുവായിരിക്കുന്നതായ ശിഷ്യൻ ഗുരുവിനെ കാണുന്ന അറിവിൻ്റെ സ്വരൂപമായിട്ടാണ്. ഭക്തനായിരിക്കുന്ന ശിഷ്യൻ ഏത് തരത്തിലാണ് ഗുരുവിനെ കാണുന്നത്? അവൻ്റെ സങ്കല്പത്തിലുള്ളതായ ഉന്നത മൂല്യങ്ങളോട് ചേർത്ത് വച്ചിട്ടാണ്. അതുകൊണ്ട് അവൻ പറയുന്നു, ഗുരു ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു മഹേശ്വരനാണ്. ഒരു സാധാരണ ദൈവിക ഭക്തിയുള്ള ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂല്യമുള്ളതായ ഒന്നാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നതും വിഷ്ണു എന്ന് പറയുമ്പോഴും മഹേശ്വരൻ എന്ന് പറയുമ്പോഴും. ഭാരതത്തിലെ ത്രിമൂർത്തി സങ്കല്പം എല്ലാ ദേവതകൾക്കും ദേവന്മാരാണിവർ. ദേവതകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഓടി വരുന്നത് ദേവാദി ദേവകളായിരിക്കുന്നതായ ബ്രഹ്മാവിൻ്റെ അടുത്തും വിഷ്ണുവിൻ്റെ അടുത്തും ശിവൻ്റെ അടുത്തുമാണ്. അങ്ങനെ ദേവാദിദേവന്മാരായിരിക്കുന്നതായ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ശിവനോടും ചേർത്ത് തൻ്റെ ഗുരുവിനെ കാണുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് എന്തു പറയും? ഗുരു ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരുരേവ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു തന്നെയാണ് ഗുരുരേവ പരം ബ്രഹ്മ, അല്ലെങ്കിൽ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. സാക്ഷാത് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നത്, അക്ഷിക്ക് ഗോചരമായിരിക്കുന്നതാണ് സാക്ഷാത്. അദൃശ്യമായിരിക്കുന്നതായ അറിവ് തന്നെയാണ് ഗുരു എന്നിരിക്കലും തൻ്റെ മുന്നിൽ ആവിർഭവിച്ചിരിക്കുന്നത് ഒരു ശരീരത്തോടു കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് കാണുവാൻ കഴിയും, കേൾക്കുവാൻ കഴിയും, സ്പർശിക്കുവാൻ കഴിയും. ഗുരുവിനെ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും അനുഭവിക്കുവാൻ കഴിയും. പരമമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ഗുരു. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നിർവിശേഷമാണ്, യാതൊരു ഗുണങ്ങളുമില്ലാത്തതാണ്, ഗുണാതീതമാണ്. ഗുരു ഗുണാതീതനാണ്. അങ്ങനെ ഗുണാതീതനായിരിക്കുന്നതായ ഗുരുവിനെ ഗുണങ്ങളോടുകൂടി കണ്ട് അനുഭവിക്കുന്നതായ ഒരു തലവും ഉണ്ട്. അങ്ങനെയുള്ള ഗുരുവനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഗുരുവിൻ്റെ സ്ഥാനം എവിടെയാണ്? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനോടുള്ള ഭക്തിപരമായി ഭയവും ഭക്തിയുമുള്ള ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ കാണുന്നത് ബ്രഹ്മാവായിട്ടാണ്, ശിവനായിട്ടാണ്, വിഷ്ണുവായിട്ടാണ്. ഇനി അതിലപ്പുറം എന്ത് വേണം? എന്താണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ? ദേവതകളിലൊന്നാണ്. 4 കൈകളുണ്ട്, 4 മുഖങ്ങളുണ്ട്, നാൻമുഖനാണ്. എന്നാൽ സദാസ്വമയവും തപോനിരതമാണ്. ബ്രഹ്മാവ് ആരെയാണ് ധ്യാനിക്കുന്നത്?
ഈ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവ്. വിഷ്ണുവിനെ നോക്കിയാൽ അനന്തശയനത്തിൽ അർദ്ധനിമീലനായി മന്ദസ്മിതത്തോടുകൂടി ധ്യാനപരതിയിൽ കിടക്കുന്നതായി കാണാം. വിഷ്ണു ആരെയാണ് ധ്യാനിക്കുന്നത്? മഹേശ്വരനാണെങ്കിൽ ആ മഞ്ഞുമൂടിയ മലകളിൽ ആയിരത്താണ്ടുകളായി വിരാഗത കൊണ്ടിരിക്കുന്ന മഹായോഗി. മഹേശ്വരൻ ആരെയാണ് ധ്യാനിക്കുന്നത്? യോഗവിദ്യയിൽ പറയും 33 ദേവതകളും അന്തകഭയം മുഖാന്തരം പരയെ തന്നെ ഉപാസിക്കുന്നു. പരയെ ഉപാസിക്കുന്നു ഇവരും. അപ്പോൾ പര എന്താണ്? ബ്രഹ്മാവിൻ്റെ ഒരു കയ്യിൽ വേദം കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേദം അറിവാണ്, അറിവ് ശ്രുതിയാണ്, ശ്രുതി നാദമാണ്, നാദം പ്രണവമാണ്. ആ പ്രണവത്തെ നാദമായി കേൾക്കുമ്പോൾ, ശ്രവിക്കുമ്പോൾ അത് ശ്രുതിയാണ്, അത് കാലാതീതമായിരിക്കുന്നതായ നാദമാണ്. ആ നാദം നമുക്കും ശ്രവിക്കുവാൻ കഴിയണം. ബ്രഹ്മാവ് എവിടെ നിന്നാണോ നാദം ശ്രവിച്ചുകൊണ്ട് വേദം ആവിർഭൂതമാക്കിയത്, അതുപോലെ ഓരോ സത്യജിജ്ഞാസുവും ഈ പ്രണവത്തെ കേൾക്കണ്ടേ, പ്രണവത്തെ അറിയണ്ടേ. അത് ബാഹ്യമല്ല, ആഭ്യന്തരമാണ്. നമുക്ക് അറിയാവുന്ന നമ്മുടെ ആന്തരിക ചലനം എന്ന് പറയുന്നത് പ്രാണൻ്റെ ചലനമാണ്. പ്രാണൻ സ്വയം ചലിക്കുകയും എല്ലാത്തിനെയും ചലിപ്പിക്കുവാൻ കഴിവുമുള്ളതാണ്, അല്ലേ? അങ്ങനെയുള്ളതായ പ്രാണൻ വളരെ വൈബ്രൻ്റാണ്. അപ്പോൾ മനസ്സും വൈബ്രൻ്റായിട്ട് പ്രാണനും മനസ്സിനും സമീകരണം ചെയ്ത് എവിടെയാണോ വിലയം പ്രാപിക്കുന്നത് അപ്പോഴാണ് ഈ നാദം കേൾക്കുള്ളൂ. അതായത് ഗുരു പറയുന്നില്ലേ, അസ്പന്ദമായി തീരണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. നിന്നിൽ അസ്പന്ദമായി തീരുമ്പോൾ നീ നിൻ്റെ ബോധത്തിൽ വിലീനമായി എന്നാണ് അർത്ഥം. ബോധത്തിൻ്റെ സ്വരവുമാണ് പ്രണവനാദം. ആ നാദം അനുഭവിക്കാൻ കഴിയണ്ടേ? അപ്പോൾ ബ്രഹ്മാവ് എന്തിനാണ് ഉപാസിക്കുന്നത്? ഈ നാദത്തെയാണ്, ഈ പരയെയാണ്. പരാ ഉപാസകന്മാരായിട്ടിരിക്കുന്ന ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് കൂടിയാണ്. പുരാണ ഇതിഹാസങ്ങളിൽ അത്തരത്തിലുള്ളതായൊരു കഥയോടു കൂടിയാണ് ബ്രഹ്മാവിനെ അവതരിപ്പിക്കുന്നത്. എല്ലാത്തിനെയും സംസൃഷ്ടമാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കേണ്ടത്? ഈ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പുതിയത് ഇങ്ങനെ സംസൃഷ്ടമായി കൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഈ സർജന പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഏത് തലത്തിലാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പ്രപഞ്ച സംരചന പ്രക്രിയയെ പേഴ്സോണിഫൈ ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറയേണ്ടി വരും. ബ്രഹ്മം തത്വമാണ്. അതെപ്പോഴും വർദ്ധമാനമായി കൊണ്ടിരിക്കുന്നതായ അറിവാണ്. എപ്പോഴും വൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ പേഴ്സോണിഫൈ ചെയ്തു കഴിഞ്ഞാൽ എന്തായി മാറും?
4 കൈകളും 4 മുഖങ്ങളും ഒക്കെയുള്ള, ഏകദേശമൊക്കെ മനുഷ്യ രൂപത്തിൽ മനുഷ്യൻ കാണുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും കൂടി എന്നാലും 4 കൈകൾ കൊടുത്തിട്ടുണ്ട്. നാൻമുഖനാണ്. അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് കാണുകയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ തത്വം എന്ത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതെല്ലാം വിലീനമായിരിക്കുന്നത് ഈ പരമമായിരിക്കുന്ന ബ്രഹ്മതത്വത്തിൽ തന്നെയാണ്. ഇതിനെ മനുഷ്യാകാരം കൊണ്ട് ഉന്നതമായൊരു മൂല്യം കൊടുത്തുകൊണ്ടും ഒരു ദേവതാ സങ്കല്പമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദൃഷ്ടമായിരിക്കുന്നതായ ഈ പ്രപഞ്ച രഹസ്യത്തെ ഇതെവിടെ നിന്നാണ് ആവിർഭൂതമായതെന്ന് ചിന്തിക്കുമ്പോൾ ഒരു തുടക്കം വേണ്ടേ? ബ്രഹ്മാവിൻ്റെ കാലം എന്നാണ്. കാലം നിർണ്ണയിക്കാൻ പറ്റുമോ? എല്ലാത്തിൻ്റെയും സൃഷ്ടിയുടെ കർത്താവാണ് ബ്രഹ്മാവെങ്കിൽ പിന്നെ അതിന് കാലം ഏത് കാലത്തിലാണ് എന്ന് പറയാൻ ഒക്കുമോ? കാലത്തെ ഒരു അനാദി സങ്കല്പത്തിലേക്ക് നമ്മെ നയിക്കുവാൻ പോരുന്നതായൊരു സങ്കല്പമാണ് ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ. ചില ആധ്യാത്മിക ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ അത് ബ്രഹ്മാവ് ഇന്ന ഋഷിക്ക് ഉപദേശിച്ചു കൊടുത്തു, ആ ഋഷി ഇന്ന ഋഷിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. രാമായണം എടുത്തു കഴിഞ്ഞാൽ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. ശിവൻ്റെ കാലം എന്നാണ് അറിയില്ല. പശുപതി ശിവൻ ഒരു അനാദിമാ സങ്കല്പമാണ്. എന്താണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? രാമായണം പോലെയുള്ള, മഹാഭാരതം പോലെയുള്ള ഈ ഇതിഹാസങ്ങൾ കാലാതിവർത്തിയായി വർത്തിക്കുന്നു അല്ലേ? കാലാതീതമായിരിക്കുന്നതായ സത്യത്തെ, മൂല്യത്തെ ഉൾക്കൊള്ളുന്നതായ ഇത്തരം ദാർശനിക സരണികൾ എന്നുണ്ടായി എന്ന് പറയാനൊക്കാത്ത മാതിരിയുള്ളതായ ഒരു അപ്രമേയത അവിടെ ഇരിക്കുന്നു. ആ അപ്രമേയതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു എന്ന് പറയുന്നത്. ബ്രഹ്മാവ് ഇന്ന ഋഷിക്ക് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനെ പഠിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജിജ്ഞാസു ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത് എന്നോ ഉള്ളതാണ്, എന്നെങ്കിലും ഉണ്ടായതല്ല, എന്നോ ഉള്ളതായ ഒരു സനാതന മൂല്യമാണ്. ഇന്നിപ്പോൾ സനാതനമെന്ന് കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ വലിയ വിറവലാണ്, അവർ അസ്വസ്ഥരാകും. സനാതനമെന്ന് പറയുന്ന വാക്കിൻ്റെ പൊരുൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ. എന്നുമുള്ളതായ ഒരു മൂല്യത്തെയാണ് സനാതനമെന്ന് പറയുന്നത്. അത് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും, ഒരിക്കലും അത് ഇല്ലാതാകുന്നുമില്ല. കാരണം അത് അനവദ്യമാണ്, അത് ന്യൂനമറ്റതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സർഗപ്രക്രിയയെ ഒരു ദേവതാ സങ്കല്പമായി കാണുകയാണെങ്കിൽ അത് ബ്രഹ്മാവാണ്. ഇനി സൃഷ്ടിച്ചാൽ പോരല്ലോ, സംരക്ഷിക്കണ്ടേ, പരിപാലനം ചെയ്യണമല്ലോ. കൃത്യസമയത്ത് ആവിർഭവിക്കുന്നു, വേണ്ടവണ്ണം അത് വൃദ്ധി പ്രാപിക്കുന്നു, യഥാകാലത്ത് അതിന് തിരോഭാവം ഉണ്ടാകുന്നു. ഇങ്ങനെ കൃത്യം വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ നടപ്പാക്കുന്നതായ ഒരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നില്ലേ? അതൊരു നിയമമാണ്, മനുഷ്യർ സൃഷ്ടിക്കാത്തതായ ഒരു നിയമം. ഇന്ത്യൻ ഭരണഘടന മനുഷ്യരുണ്ടാക്കിയതാണ്. എന്നാൽ സനാതനമായ മൂല്യം എന്നും ഉള്ളതായ ഒരു നിയമം, ശാശ്വതമായൊരു നിയമം ഇവിടെ നിലകൊള്ളുന്നു. അത് നൈതികമാണ്, അതിന് ഇഴിവില്ല. അതിന് സസ്റ്റൈനിങ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്നത്. ഉപനിഷത്സു ധർമാഹ, ഉപനിഷത്തുകളിൽ പറയുന്നതായ ധർമ്മം സ്മൃതിശാസ്ത്രങ്ങളിൽ പറയുന്നതായ ധർമ്മം അല്ല. സ്മൃതിശാസ്ത്രങ്ങളിൽ പറയുന്നതായ ധർമ്മം
കാലാനുസൃതമായി മാറുന്നതാണ്. ശ്രുതികളിൽ പറയുന്നതായ ധർമ്മം അത് ഉപനിഷത്ത് ധർമ്മമാണ്. ഉപനിഷത്ത് ധർമ്മം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനിങ് പ്രിൻസിപ്പിൾസ്, ഒരിക്കലും മാറാത്ത ധർമ്മമാണ്. എല്ലാ കാലവും അത് നിലകൊള്ളും. അങ്ങനെ എല്ലാ കാലവും നിലകൊള്ളുന്നതായ ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകെയുള്ളതായ വിശ്വപ്രപഞ്ചത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളെയും വേണ്ടവണ്ണം നിലനിർത്തി പരിപാലിച്ചു പോകുന്നതായ അദൃശ്യമായിരിക്കുന്നതായ ആ കരം ആരുടേതാണ്? നമുക്ക് പറയാൻ കഴിയുമോ? അത് നാച്ചുറൽ എന്ന് പറയും. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉത്തരം കിട്ടിയതുപോലെയാണ്. ഭക്തൻ വിഷ്ണുവാണിതെല്ലാം പരിപാലിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു ശാസ്ത്രജ്ഞൻ ഇത് നാച്ചുറൽ എന്ന് പറയുന്നത്. കാരണം അതിന് പറ്റിയ പദം വേറൊന്നില്ല. ഒന്നിൽ നിന്നും എങ്ങനെയാണ് മറ്റൊന്ന് ആവിർഭൂതമാകുന്നത്? അതെങ്ങനെ സംഭവിച്ചു? ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും ഇതിനെ സംബന്ധിച്ചുള്ളതായ പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും വീണ്ടും പ്രപഞ്ചരഹസ്യം അജ്ഞാതമായി തന്നെ വർത്തിക്കുന്നു. ഇതിൻ്റെ ഉത്തരം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രജ്ഞന്മാരൊന്നും ആവശ്യമില്ലാത്ത ഒരു കാലം വരും. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം കൂടുന്നു എന്നല്ലാതെ എവിടെയെങ്കിലും കുറയുന്നുണ്ടോ? ഗവേഷണ പഠനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ കാരണം? അത് മനുഷ്യൻ്റെ ജിജ്ഞാസയുടെ തലമാണ്. അറിയുവാനുള്ള വെമ്പൽ, ഇനിയും അറിയുവാനുള്ള ആഗ്രഹം, അത് എന്നെങ്കിലും അവസാനിക്കുമോ? അവസാനിക്കുന്നില്ല. എന്തിനെപ്പറ്റിയാണ് അറിയുവാൻ ആഗ്രഹിക്കുന്നത്? തന്നെ മുന്നിൽ കാണുന്ന ഇതിനെപ്പറ്റി തന്നെ, അല്ലാതെ എന്തിനെപ്പറ്റിയാണ്? തന്നെ മുന്നിൽ കാണുന്നതിൻ്റെ രഹസ്യമെന്ത്? കുറച്ചുകൂടി കടന്നു ചോദിക്കുന്നത് ഉപനിഷത്താണ്. ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി, എന്താണതിൻ്റെ രഹസ്യമെന്ന് ആധുനിക ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരു തലം. ഉപനിഷത്ത് ഋഷി ഒരു പർണാശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ അവിടെ വന്നൊരു സത്യജിജ്ഞാസു ചോദിക്കുന്നത് എന്താണ്? ഞാൻ ആരാണ് എന്നാണ്. അതിനോട് ചേർന്ന് വരുന്നതാണ് കുതോ ജഗത്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? അതോടൊപ്പം തന്നെ ചോദിക്കുന്നത് ഞാൻ ആരാണ്. ആധുനിക ശാസ്ത്രം ഞാൻ ആരാണെന്ന് ചോദിക്കുന്നില്ല. ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഉത്തരം ഒന്ന് തന്നെയാണ്. പ്രപഞ്ചരഹസ്യം വെളിവാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് നിൻ്റെ കൂടി രഹസ്യമാണ് എന്ന് ഋഷി ഉപദേശിക്കുന്നു. കാരണം നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നീയും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ്. നിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ പ്രപഞ്ചരഹസ്യത്തിൻ്റെ ഉത്തരമായി, പ്രപഞ്ചരഹസ്യത്തിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ അത് നിൻ്റെയും ഉത്തരമായി. ഉത്തരം ഒന്ന് തന്നെയാണ്, ചോദ്യം രണ്ടാണ്, രണ്ട് പ്രകരണമാണ്. ഒന്ന്, ചോദിക്കുന്നവൻ തൻ്റെ വശത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നു, അതാണ് ഞാൻ ആരാണെന്നുള്ള ചോദ്യം. പ്രപഞ്ചത്തിൻ്റെ വശത്തു നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നു, അതാണ് കുതോ ജഗത്. രണ്ട് വശത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോഴും പൊരുളൊന്നാണെന്നറിയുന്നതായ ഒരു അദ്വൈതതയിലേക്ക് പോകുന്ന തരത്തിലുള്ളതാണ് ഭാരതീയ ദർശനശാസ്ത്രങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത. ഇനി ഇതെല്ലാം ഉണ്ടായതെല്ലാം ഇല്ലാതാകുന്നു,
ഉള്ളതൊക്കെ നിലനിൽക്കുകയും ചെയ്യും. ഉള്ളതൊക്കെയും എന്ന് പറയാനില്ല, ഉള്ളത് ഒന്നേ ഉള്ളൂ. വരവറ്റ നിൽപ്പതേകം. വരവും പോക്കുമില്ലാതെ നിലനിൽക്കുന്നത് ഒന്ന് മാത്രമാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അനശ്വരമായി നിലനിൽക്കുന്നു. മറിച്ച് എന്തൊക്കെയാണോ ഉണ്ടായത് അതെല്ലാം ഇല്ലാതാവുകയും ചെയ്യുന്നു. അതിനെയൊക്കെ ഇല്ലാതാക്കുന്നതാരാണ്? ഓരോരുത്തർക്കും അവരവർ ഇല്ലാതാകണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷേ കാലം സമ്മതിക്കുന്നില്ല. കാലം മാടി വിളിക്കുന്നു, മതിയായി, നിൻ്റെ റോളൊക്കെ ഇവിടെ തീർന്നു. കിട്ടിയ മനുഷ്യജന്മം കൊണ്ട് നിനക്ക് നിൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഫലം എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ. അവരവരുടേതായ മൂല്യബോധം അനുസരിച്ചാണ് ഓരോരുത്തർ ചെയ്യുന്നത്. മൂല്യം കുറവുള്ളവൻ ആസുരീയമായ ലോകത്ത് പോയിട്ട് അപജയകർമ്മം അവന് വേണ്ടി മാത്രം, അവൻ കൃപണനാണ്. മൂല്യബോധമുള്ളവൻ എന്ത് ചെയ്യുന്നു? അവരന് വേണ്ടി അഹർനിശം ചെയ്യുന്നു. തന്നിൽ നിന്ന് മന്യമല്ലാത്തവന് വേണ്ടി രാവും പകലും യത്നിക്കുന്നു. ആ യത്നം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് പ്രയത്നം എന്ന് പറയുന്നു. അത് അപജയകർമ്മമല്ല, അത് ജയിക്കുവാൻ സാധ്യതയുള്ള കർമ്മമാണ്. അവൻ പരാജയപ്പെടുന്നില്ല. കാരണം അവന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. അവൻ ജീവിക്കുന്ന അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രമല്ല, ഈ ഹിതത്തിന് വേണ്ടി ജീവിക്കുന്നു. അവൻ കൃപാലുവാണ്. അപ്പോൾ കൃപാലുത്വം എവിടെ നിന്നുണ്ടാവുന്നു? ഒരു മൂല്യബോധത്തിൽ നിന്നുണ്ടാവുന്നു. മൂല്യബോധം എവിടെ നിന്നുണ്ടാവുന്നു? പരമമായൊരു അറിവിൽ നിന്നുണ്ടാവുന്നു. പരമമായ അറിവ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് ഗുരുക്കന്മാരിൽ നിന്നാണ്. അങ്ങനെയാണ് ഗുരുക്കന്മാരുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് വ്യാസപൂർണിമ ആചരിക്കുന്നത്. അത് ഒരു വർഷം കൂടുമ്പോൾ ഒരു ദിവസമല്ല. ഗുരുസ്മരണ സദാസമയവും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മളെ താങ്ങി നിർത്തുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമസ്യകൾക്കും ഉത്തരം തരുന്നതായ ഗുരു. ആ ഗുരുവിനെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് നമുക്ക് പോകാൻ കഴിയുക? സാധ്യമല്ല. ഇത് സംസൃഷ്ടമാവുകയും സ്ഥിതി പരിപാലനത്വം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായതായ അപ്രമേയമായ ഒരു പ്രപഞ്ച രഹസ്യം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ കാത്തു നിൽക്കാതെ എല്ലാത്തിനെയും തിരോഭയിപ്പിക്കുവാൻ കഴിവുള്ളതായ അദൃശ്യമായിരിക്കുന്നതായ ഒരു പ്രപഞ്ച സംരചന പ്രക്രിയ. ഇതിനൊക്കെ എവിടെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുക? എവിടെയാണ് നമുക്ക് നിർവചിക്കാൻ കഴിയുക? സാധിക്കുമോ? സാധ്യമല്ല. അതുകൊണ്ട് അവിടെ ഒരു ദേവതയെ സങ്കല്പിച്ചു. തിരുനടനം നടത്തിയാൽ 3 പുരങ്ങളും എരിഞ്ഞു പോകും. ത്രിപുരാന്തകനാണ്. ത്രിപുരാന്തകനായിരിക്കുന്ന അവൻ്റെ തിരുനടനത്തിൽ എല്ലാം എരിഞ്ഞു പോകുന്നതാണ്. എല്ലാ ഗുണങ്ങളെയും എരിച്ചു കളയുന്നവനാണ്. എന്നിട്ട് ഭസ്മം എടുത്ത് പൂശിയിരിക്കുക. ചുടലഭസ്മമാണ് എടുത്ത് പൂശുന്നത്. ചുടലഭസ്മം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഒരു പക്ഷേ മരണത്തെ ഒരു നിഷേധാത്മകമായ ഒരു ഭാവത്തോട് ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു അനിഷ്ടം തോന്നിയേക്കാം. പക്ഷേ ഈ തിരോഭാവം എന്ന് പറയുന്നത് ഒരു നാശമല്ല എന്നും മറിച്ച് ഉന്നതമായ ഒരു ആവിർഭാവത്തിൻ്റെ തുടക്കമാണ് എന്ന് കണ്ടാലോ? അത് പ്രസാദാത്മകമാണ്.
അപ്പോൾ ചുടലഭസ്മം എന്ന് പറയുമ്പോൾ നിഷേധാത്മകതയുടെ വശത്ത് നിന്നുകൊണ്ടല്ല നോക്കേണ്ടത്, ധനാത്മകമായ മനസ്സോടുകൂടിയാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ അധിദേവതയായിരിക്കുന്ന ശിവൻ ചുടലക്കളത്തിൽ നിന്ന് ആനന്ദ നൃത്തം ചെയ്യുന്നത്. അതുതന്നെയാണ് തിരുനടനം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ദേവതയിൽ നിന്നാണ് ഇത് സമ്പൃഷ്ടമായിരിക്കുന്നത്, ഏതൊരു ദേവതയിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പരിപാലനത്വം നടത്തുന്നത്, ഏതൊരു ദേവതയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തിരോഭാവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ഒക്കെ രഹസ്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു ഉത്തരം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ദേവതകളെയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തത്വമെന്ത്? തത്വത്തിലേക്ക് നമ്മൾ ഊന്നി പോകുമ്പോൾ നാരായണഗുരു എന്താ പറഞ്ഞത്? മരണവുമില്ല പുറപ്പുമില്ല വാഴ്വും നരസുരരാദിയുമില്ല നാമരൂപം. മരണവുമില്ല പുറപ്പുമില്ല നരസുരരാദിയുമില്ല എന്ന് കാണുന്ന ഇടത്ത് സൃഷ്ടിയുണ്ടോ, സ്ഥിതിയുണ്ടോ, സംഹാരമുണ്ടോ? ചിന്തിക്കണ്ടേ? സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഉണ്ട് എന്ന് ധരിക്കുന്നത് എവിടെയാണ്? മരണവുമില്ല പുറപ്പുമില്ല വാഴ്വും നരസുരരാദിയുമില്ല നാമരൂപം എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ. ഈ പ്രപഞ്ചം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിക്കുവാനുള്ള കാരണം എന്താണ്? ഇതുണ്ട് എന്ന് നാം ധരിക്കുന്നു. നിഷേധിക്കാനാവാത്തൊരു സ്ഥൂലത കൈവരിച്ചുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്നതായ ഈ പ്രപഞ്ച സാധ്യതയെ സാധാരണ ബുദ്ധി വെച്ചുകൊണ്ട് തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കുതോ ജഗത്, ഇത് എവിടെ നിന്നുണ്ടായി? മരണവുമില്ല പുറപ്പുമില്ല വാഴവും. പുറപ്പുമില്ല, സൃഷ്ടി നടന്നിട്ടില്ല, പിന്നെ നീ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് ചോദിക്കുന്നത്? അപ്പോൾ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യം വരുന്നത് ജ്ഞാനത്തിൽ നിന്നാണോ അജ്ഞാനത്തിൽ നിന്നാണോ? അജ്ഞാനത്തിൽ നിന്നാണ്. അജ്ഞാനത്തിൽ നിന്നും വരുന്നതായ ഒരു ചോദ്യം ഇല്ലാത്തതായ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഉള്ളതായ ഒരു ശരി ഉത്തരം കിട്ടുമോ? കിട്ടില്ല. കിട്ടാത്തതുകൊണ്ട് എന്തു പറയും? അത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായി, അപ്പോൾ അവന് സമാധാനമായി. അല്ലെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ്, ഓ ഒന്നും കൂടി സമാധാനമായി. സമാധാനമാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറയാനൊക്കാത്തൊരു ഉത്തരം, പറഞ്ഞാൽ മനസ്സിലാകാത്ത ഉത്തരം ഒരു കഥ പറഞ്ഞ് അവനെ തൽക്കാലം സമാധാനിപ്പിച്ചു. കുട്ടി കിടന്ന് കരയുമ്പോൾ ഒരു കളിപ്പാട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അനങ്ങാതെ അവിടെ ഇരിക്കില്ലേ, കളിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ അറിവിൽ ശിശുക്കളായിട്ടുള്ള ആളുകൾ ഈ പ്രാപഞ്ചിക സന്ദർഭങ്ങളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇനി ഇല്ലാത്ത പ്രപഞ്ചത്തിന് ഇനി പരിപാലനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പിന്നെ വിഷ്ണുവിന് എന്താ പണി? വിഷ്ണുവിനൊരു പണിയുമില്ല. എന്നിട്ട് പറയും, നീ എൻ്റെ ദുഃഖങ്ങളൊന്നും കാണുന്നില്ലേ? എൻ്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നീ പരിഹരിച്ചു തരാത്തത് എന്ന് ആരോട് ചോദിക്കുന്നു? പ്രഹേളികയാണ്. നീ നിന്നിലേക്ക് തന്നെ നോക്കുക. നീ നിന്നിലേക്ക് തന്നെ നോക്കാൻ നിനക്ക് പറഞ്ഞു തന്നത് വിഷ്ണുവല്ല, നിൻ്റെ ഗുരുവാണ്. അങ്ങനെയുള്ള ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് നമ്മളിന്ന് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള ആഘോഷമല്ല, ആന്തരികമായ ധ്യാനത്തിൻ്റെ ആഘോഷമാണ്. സ്പിരിച്വൽ സെലിബ്രേഷൻ. മരണവുമില്ല പൊറുപ്പുമില്ല വാഴ്വും നരസുരരാദിയുമില്ല നാമരൂപം. മരണവുമില്ല,
മരണമില്ലെങ്കിൽ പിന്നെ ശിവനെന്താണ് ദൗത്യം? അങ്ങനെയുള്ള ഒരു ദേവതയുടെ ആവശ്യമെന്ത്? ആവശ്യവുമില്ലാതായി വരുന്നു. അപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ആവശ്യമായിട്ട് വരുന്നത് എവിടെയാണ്? ഈ പ്രപഞ്ചമുണ്ട് എന്ന് ധരിക്കുന്നവരുടെ മനോമുകുരത്തിലാണ്. ഇല്ലെങ്കിൽ ആവശ്യമുണ്ടോ? എല്ലാം നിഷ്പ്രഭമായി പോകുന്നു. ആകെ ഉള്ളത് ഒരറിവ് മാത്രമാണ്. കാരണം ഈ പ്രപഞ്ച സംരചനയ്ക്ക് ഒരു ദേവത വേണം, അല്ലെങ്കിൽ ഒരു ദേവൻ വേണമെന്ന് സങ്കല്പിക്കുമ്പോൾ എന്ത് വസ്തു ഉണ്ടാക്കണമെങ്കിലും ഒരു അറിവ് വേണ്ടേ? എനിക്കൊരു വസ്തു ഉണ്ടാക്കണം. വസ്തു ഉണ്ടാക്കണമെങ്കിൽ ആ വസ്തുവിനെ സംബന്ധിച്ചുള്ളതായ ഒരു ആശയം എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ആ ആശയം പ്രബലമായി വരും. ഒരു ദിവസം ആ വസ്തു സൃഷ്ടിക്കുന്ന സന്ദർഭത്തിലേക്ക് വരും. ഒരു ശില്പി കുറേ മണ്ണെടുത്തിട്ട് ഒരു ശില്പം ഉണ്ടാക്കുന്ന പോലെയാണ്. അവൻ്റെ ഉള്ളിലുള്ളതായ ആശയത്തെ പ്രകടമാക്കുന്ന തരത്തിൽ ഈ കളിമണ്ണിന് രൂപം കൊടുക്കുമ്പോൾ മനോഹരമായ ഒരു ശില്പം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ശില്പിയുടെ ഉള്ളിൽ രൂപപ്പെട്ട ആശയമാണ് ഇപ്പോൾ മൂർത്തരൂപം കൈവരിച്ചിരിക്കുന്നത്. അദൃശ്യമായിരിക്കുന്ന ആശയം, അദൃശ്യമായിരിക്കുന്നതായ ആ അറിവ് ഒരു ശില്പത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ആവിർഭവിച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന ശില്പം അദൃഷ്ടമായിരിക്കുന്നതായ അറിവിൻ്റെ പ്രകടഭാവമാണ്. അവിടെ ഒരു അറിവ് വേണ്ടേ? ഇനി ഇതിനെ പരിപാലനം ചെയ്യണമെങ്കിലും ഒരു അറിവ് വേണ്ടേ? ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നതിന് എത്രയെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതിന് അറിവ് വേണ്ടേ? തിരോഭാവം സംഭവിക്കണമെങ്കിലും എങ്ങനെയാണ് തിരോഭവിപ്പിക്കേണ്ടത്? വേണ്ടവണ്ണം വേണ്ടേ? അപ്പോൾ എല്ലാം വേണ്ടവണ്ണം ചെയ്യുന്നതിന് അതിൻ്റെ പിന്നിലൊരു അറിവ് വർത്തിക്കുന്നു. ഏതൊരാശയമാണോ ശില്പമായി തീർന്നത്, ആ ആശയത്തെയാണ് നാം അറിവ് എന്ന് പറയുന്നത്. ആ അറിവ് തന്നെയാണ് ഇവിടെ ശില്പമായി തീർന്നത്. ഈ പ്രപഞ്ചത്തെ ആകവേ ഒരു ശില്പമായി എടുക്കുകയാണെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നതായ ആശയം, ആ അറിവ്, സ്ഥൂലഭാവം കൈവരിച്ചതല്ലേ ഈ പ്രപഞ്ചം? അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ അറിവിനെ ഒരു ദേവതയായി കണ്ടു, അപ്പോൾ ബ്രഹ്മാവായി. ആ അറിവിനെ ഇവിടെ വിഷ്ണുവായി കണ്ടു. ആ അറിവിനെ എല്ലാത്തിനെയും തിരോഭവിപ്പിക്കുന്ന പരമേശ്വരനായി കണ്ടു. എല്ലാത്തിലും കുടികൊള്ളുന്നത് എന്താണ്? ഒരറിവാണ്. ഒരറിവ് തന്നെ സൃഷ്ടിയുടെ ഭാവം പകർന്നു. അതേ അറിവ് തന്നെ സ്ഥിതിയുടെ ഭാവം പകർന്നു. അതേ അറിവ് തന്നെ സംഹാരത്തിൻ്റെ ഭാവം പകർന്നു. അപ്പോൾ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ഭാവം പകർന്നത് ഒരറിവ് തന്നെയാണ്. അപ്പോൾ ഒരു ഭക്തൻ പറയുകയാണ്, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു ശിവനാണ് എന്ന് കാണുമ്പോൾ ഒരു ഭക്തിയുടെ പാരവശ്യത്തിൽ വൈകാരികമായി കണ്ട ഭാവതലങ്ങൾക്കപ്പുറത്ത് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയുന്നു, ഇല്ലേ? ഗുരു എന്ന് പറയുന്നത് വെളിച്ചമാണ്, അറിവാണ്. ആ ഗുരു തന്നെയാണ് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. ആ വെളിച്ചമാണ് വിഷ്ണുവിൻ്റെ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. ആ വെളിച്ചമാണ് ശിവൻ്റെ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. ആ ഗുരു ആരാണ്? നിലവിൽ നമ്മുടെ മുന്നിൽ കാണുന്നതായ ഗുരു
ബ്രഹ്മാവിനോളം മഹത്വപ്പെടുത്തി, വിഷ്ണുവിനോളം മഹത്വപ്പെടുത്തി, ശിവനോളം മഹത്വപ്പെടുത്തി കാണുവാനുള്ള വ്യഗ്രത അതെവിടെ നിന്നുണ്ടാവുന്ന? ബ്രഹ്മാവും വിഷ്ണുവും ശിവനാണ് ഏറ്റവും കൂടിയത് എന്ന് വിചാരിക്കുമ്പോഴല്ലേ? അവരുടെ അസ്തിത്വം എന്താണ്? അവരുടെ അസ്തിത്വം പരമമായിരിക്കുന്ന ഈ അറിവിൻ്റെ പ്രകാശമാണ്, വെളിച്ചമാണ്. അതിനെയാണ് ഗുരു എന്ന് പറയുന്നത്. ഇരുളിനെ നീക്കം ചെയ്താൽ, ഇരുളിനെ നിരോധിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നതായ പ്രകാശം. അതുകൊണ്ട് ഒരു ഗുരുവിനെ കാണുമ്പോൾ, നാരായണ ഗുരുവിനെ കാണുമ്പോൾ കാണേണ്ടത് 33 കോടി ദേവതകളുടെ കൂട്ടത്തിലൊരു ദേവനായിട്ടല്ല, അതിലുപരിയാണ്. അതുകൊണ്ട് നാരായണ ഗുരുകുലത്തിൽ ഗുരുദേവൻ എന്ന് പറയാറില്ല, നാരായണ ഗുരു എന്നേ പറയാവുള്ളൂ. ബ്രഹ്മാവായിട്ട് വിശേഷണം പൂണ്ടിരിക്കുന്നു, വിഷ്ണുവായിട്ട് വിശേഷണം പൂണ്ടിരിക്കുന്നു, ശിവനായിട്ട് വിശേഷണം പൂണ്ടിരിക്കുന്നു. ആര്? ഗുരു. എന്ന് പറഞ്ഞാൽ ഗുരു ഒരു വിശേഷഭാവത്തിൽ ബ്രഹ്മാവായിട്ട് വന്നിരിക്കുന്നു. അതേ ഗുരു ഒരു വിശേഷഭാവത്തിൽ വിഷ്ണുവായിട്ട് വന്നിരിക്കുന്നു. അതേ ഗുരു വിശേഷഭാവത്തിൽ ശിവനായിട്ട് വന്നിരിക്കുന്നു. ഗുരുവോ നിർവിശേഷനാണ്. നിർവിശേഷമായിരിക്കുന്നതിനെ ഏതു വിശേഷണങ്ങളും കൈക്കൊള്ളുവാൻ കഴിയും. അപ്പോൾ ഗുരുവിനെ കാണേണ്ടത് വിശേഷ ഗുണങ്ങളോട് കൂടിയിട്ടാണോ കാണേണ്ടത്, നിർവിശേഷമായിട്ടാണോ കാണേണ്ടത്? നിർവിശേഷമായിട്ടാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു വിശേഷണമല്ലേ? അപ്പോൾ ആ വിശേഷണം ഗുരുവിന് ചേരുമോ? അതുകൊണ്ട് ശ്രീ ഉപയോഗിക്കാറില്ല. ശ്രീ നാരായണ ഗുരു എന്ന് നടരാജ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. കാരണം എല്ലാ വിശേഷണങ്ങൾക്കും അപ്പുറത്താണ് ഗുരു. ഗുണാതീതനാണ്. അതുകൊണ്ട് പെട്ടെന്ന് ശ്രീ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ പലർക്കും നെറ്റി ഒന്ന് ചുളിയും. പക്ഷേ വിശേഷണങ്ങൾ കൊടുത്ത് ഗുരുവിനെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ ശ്രീ ശബ്ദം നാരായണ ഗുരുവിൻ്റെ മുന്നിൽ ചേർക്കാത്തത്. ദേവൻ ശബ്ദം ഉപയോഗിക്കാത്തത് 33 കോടി ദേവതകളുടെ കൂട്ടത്തിൽ ഒരു ദേവനായിട്ട് നാരായണ ഗുരുവിനെ കാണുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ സ്ഥാനം എവിടെയാണ്? അത് അനർവചനീയമാണ്, അത് അതുല്യമാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകളാണ് പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടത്. ഈ പുരാണങ്ങളെയൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുവിൻ്റെ വാക്കുകളെ അടിസ്ഥാന പ്രമാണമായിട്ടെടുക്കണം. അപ്പോൾ തെറ്റ് പറ്റുകയില്ല. ഗുരു എന്തു പറയുന്നു? മഹാദേവനും ബ്രഹ്മനും മുമ്പരായാരഹോ മായിൽ പെട്ടിരിക്കുന്നു ചിത്രം. കാളി നാടകത്തിൽ ഗുരു പറയുന്നു, മഹാദേവനും ബ്രഹ്മനും മുമ്പരായാരഹോ മായിൽ പെട്ടിരിക്കുന്നു ചിത്രം. നീ മഹാദേവനായിട്ടും വിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും കാണുകയാണെങ്കിൽ നീ മായിൽ പെട്ടിരിക്കുന്നു. എത്രയോ അതുല്യമായ ഒരു ദർശനമാണ്, എത്രയോ ഗരിമയുള്ള സുതാര്യമായ ദർശനമാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. യാതൊരു സത്യമാണോ ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനുമായിട്ടും ഭാവം പകർന്നിരിക്കുന്നത്, ആ സത്യത്തെ നീ അറിയണം. ആ സത്യം ഏകമാണ്. അത് തൻ്റെ ഉള്ളിൽ, അത് ചിതാത്മകമായിട്ടാണ് അറിയുന്നത്, ചിത്തായിട്ടാണ് അറിയുന്നത് അല്ലേ? സത്ത് ചിത്താകുമ്പോഴല്ലേ അറിയുന്നത്. അല്ലെങ്കിൽ സത്തിനെ അറിയുമ്പോൾ അത് ചിത്തായി, അറിവായി. എക്സിസ്റ്റൻസ്, സബ്സിസ്റ്റൻസ് ആൻഡ് വാല്യൂ. സത്ത്, ചിത്ത്, വാല്യൂ, ആനന്ദം എന്ന് പറഞ്ഞാൽ ഒന്നിനെ വേണ്ടവണ്ണം അറിയുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നതായ
സദ്മൂർത്തികളെ അറിവിൻ്റെ ഒരു സന്ദർഭത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നു. അതിനെയാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ആ സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ആയോജനം ചെയ്യുവാനുള്ളതായ താല്പര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഗുരുസ്മരണയോടുകൂടി ജീവിക്കുവാൻ ഇന്നത്തെ ഗുരുപൂർണിമ നമ്മെ അനുഗ്രഹിക്കട്ടെ. വ്യാസ ഭഗവാന്റെ മുന്നിൽ ആ പാദങ്ങളിൽ ഈ വാക്കുകളൊക്കെ പൂജാകുസുമങ്ങളായി അർപ്പിച്ചുകൊണ്ട് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഓം. വിശേഷപ്പെട്ടതായി നാരായണ ഗുരുവിൻ്റെ ആ ഉയർന്ന തലങ്ങൾ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഉയർന്ന തലങ്ങൾ എന്താണ് എന്ന് ഇന്ന് സ്വാമിജി പറഞ്ഞു തന്നപ്പോഴാണ് ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലായത്. അത് പൂർണ്ണമായിട്ടും ഇന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. പൂർണ്ണമായും എല്ലാത്തിലും ഉപരി നിൽക്കുന്ന ഗുരുവാണ് നാരായണ ഗുരു എന്നുള്ളത് ഇന്ന് സ്വാമിജി പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയും. ഇനി അതിൻ്റെ മുകളിൽ ഒന്നും എനിക്ക് പറയാനില്ല. ഹരി ഓം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവിനെ തേടി നടന്ന ഒരുപാട് ശിഷ്യന്മാരുടെ കഥകൾ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ കേട്ട് നടന്നിട്ടുള്ള ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഒരുപാട് കാലം ഒരു ഗുരുവിനെ അന്വേഷിച്ച് ഞാൻ ദേശം മുഴുവനും, ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞാൻ നടന്ന് പലരെയും കണ്ടുമുട്ടി. പക്ഷെ അവസാനം ഞാൻ എത്തിച്ചേർന്നത് ഗുരുകുലത്തിലാണ്. ഗുരുവിൻ്റെ വാക്കുകൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ, നടരാജഗുരുവിൻ്റെ അതുമാതിരി നിത്യചൈതന്യജിയുടെയൊക്കെ വാക്കുകൾ ഗുരുവിൽ കൂടി എനിക്ക് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും കഴിഞ്ഞു. വളരെ ലളിതമായ ഭാഷയിൽ വളരെ സരളമായി സ്വാമി കാര്യങ്ങൾ വിശദീകരിച്ച് തരുമ്പോൾ അളവറ്റ സന്തോഷം തോന്നാറുണ്ട്. ഇങ്ങനെ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേർന്നതിന് ഗുരുപരമ്പരയിൽ ഉള്ള എല്ലാവരെയും ഞാൻ നമസ്കരിക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വിശദമാക്കി തന്ന തത്വതീർത്ഥ സ്വാമികളോട് അളവറ്റ നന്ദിയുണ്ട്, ആദരവുണ്ട്. ഞാൻ എൻ്റെ എല്ലാ കൃതജ്ഞതകളും ഞാനിവിടെ അർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും, കേൾക്കുന്ന എല്ലാവരും ഇവിടെ വരാനും സ്വാമിയുടെ ഒരു അനുഗ്രഹം തേടാനും ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സഫലമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അനുഭവം അതാണ്. അപ്പോൾ എല്ലാവരും വരിക, നിങ്ങളുടെയൊക്കെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയട്ടെ എന്ന് ഞാൻ ഈ നിമിഷത്തിൽ, ഈ ഗുരുപൂർണിമ ദിവസത്തിൽ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ ഗുരു ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഗുരു ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, ശിവനാണ് എന്ന് പറയും എന്നൊരു സങ്കല്പം. അത് ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കതിൻ്റെ ശരിയായ ഒരു രൂപം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയാണ് ഗുരു ബ്രഹ്മാവും ഗുരു വിഷ്ണുവും അതുപോലെ ഗുരു മഹേശ്വരനുമായിട്ട് മാറിയിട്ടുള്ളത്, ഏത് തത്വത്തിലാണ് അതങ്ങനെ ആയത് എന്ന് എനിക്ക് ഒരു സംശയം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയത്തെ ഇന്ന് ഈ ഗുരുപൂർണിമയുടെ അന്ന് ഗുരു തത്വതീർത്ഥ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. എല്ലാ അറിവിലും, എല്ലാ സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലും ആവശ്യമുള്ള അറിവ് തന്നെയാണ് ഗുരു. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ അറിവ് പറഞ്ഞു തരുന്ന ആളാണ് ഗുരു. ആ ഗുരുവാണ് എല്ലാത്തിനും മീതെ നിൽക്കുന്നത് എന്നുള്ള ആ പരമമായ അറിവ്, ആ നാരായണ ഗുരുവിൻ്റെ ആ അറിവാണ് ഇന്ന് സ്വാമി എനിക്ക് പകർന്നു തന്നത്. ഗുരുപൂർണിമയിൽ വളരെ സന്തോഷത്തോടെയും അതുപോലെ അറിവിൻ്റെ ഉദാത്തമായ മേഖലയിലേക്കും എന്നെ കൈപിടിച്ചു നടത്തിയ ശ്രീനാരായണ ഗുരുവിനും സ്വാമി തത്വതീർത്ഥ സ്വാമിക്കും ഒക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.
നമസ്തേ. എനിക്ക് സന്തോഷമാണ് തോന്നിയത്. ആദ്യത്തോടെ ഒരു പേടിയുണ്ടായിരുന്നു ഇവിടെ വരാനും. പിന്നെ പിന്നെ പേടി മാറി തുടങ്ങി. ഇപ്പം എനിക്ക് എന്തോ എനിക്കിന്ന് കരച്ചിൽ വരുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നതും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും. ആദ്യം വന്നു കഴിഞ്ഞപ്പോ സ്വാമി പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലായിരുന്നു? ആദ്യം കുറച്ച് മനസ്സിലായി. ആദ്യത്തെ ദിവസം എനിക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊന്നും വന്നിട്ടില്ല. ഇപ്പൊ എല്ലാം കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ട് ഇവിടേക്ക് വരേണ്ട ദിവസം. എനിക്ക് വേഗം വരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം എത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷമാണ്.